ഇവിടെ ആയിരിക്കുമ്പോൾ പാസ്റ്റർ കെ വി ജോർജ് അവരുടെ സ്നേഹപൂർവ്വം ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. നമുക്ക് കൈകളെ അടിച്ച ദിവാസിനെ വരവേൽക്കാം. സ്തോത്രം. Praise the Lord. I'm so happy to be here with all of you, especially Pastor Bob and George and his wife, Reena sister, and their children, Hannah Moll and Jeremiah. Also, Sam Varghese and Ajit Kurian. നിങ്ങളെല്ലാവരുമായിട്ട് ഇങ്ങനെ കർത്തസനിലായിരിക്കാൻ ദൈവം അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ലോകത്തിലേക്ക് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കേരളക്കരയുടെ മണ്ണിൽ ദൈവം ആത്മീയ ഉണർവ് വഹിക്കുവാനിടയായി. നമ്മുടെ മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരും ദൈവനാമത്തിന് വേണ്ടി ഇല്ലായ്മയിൽ ചെലവിടുന്നവരുമായിരുന്നു. തന്നിമിത്തമായി അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. കേരളം വിട്ട മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഇന്ന് ഭൂലോക രാജ്യങ്ങളിലൊക്കെ എന്തിന് അയർലൻഡിലും വരുവാൻ എന്നാൽ ഇവിടെ കുടിയേറിയ ദൈവമക്കളെക്കുറിച്ച്, വാത്സല്യ ദൈവമക്കളെക്കുറിച്ചുള്ള നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളൊരു വിഷയം, ഇവിടെ വന്ന പലരും ലോകത്തിൻ്റെ മരിപ്പച്ച തേടി ലോകത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ സമയം കണ്ടെത്തി ഈ തിരുവചനം കയ്യിലേന്തി ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കുന്നത്. അതാണ് നമുക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹം. മുമ്പേ അവന്റെ രാജ്യം അന്വേഷിപ്പൻ, അതോടുകൂടെ അതെല്ലാം ദൈവം ആടി ചെയ്യും. കർത്താവിന്റെ ദാസൻ ബോൻ പാസ്റ്ററെ ഓർക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 1975 കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ജനിച്ചത് മാർത്തോമാസഭയിലാണ്. സൺഡേ സ്കൂളൊക്കെ പഠിച്ച് വളർന്നത് റോമൻ കത്തോലിക്കയിലാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ ഓർത്തഡോക്സ് സഭയിലായിരുന്നു. അതിൻ്റെ കാരണം എൻ്റെ പിതാവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരുന്നു. പിതാവ് സമർത്ഥനായിരുന്നെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളായിരുന്നെങ്കിലും തനിക്ക് മദ്യപാനമെന്ന ദുശ്ശീലം ഉണ്ടായിരുന്നു. അത് നിമിത്തമായി വളരെ വളരെ കഷ്ടത്തിലായി. ഞങ്ങളുടേതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുവാൻ കഴിയാതെ ആയിത്തീർന്നു. എന്തിന് ക്രിസ്ത്യാനിയായ ഞാൻ, എനിക്കൊന്നും അറിവില്ല, അതുകൊണ്ട് മന്ത്രവാദികളെടുത്ത് പോയി കോഴിവെട്ടും നേർച്ച കാർച്ചും ഒക്കെ നടത്തി. അവിടെ കൊണ്ടൊന്നും യാതൊരു വിടുതലും ലഭിച്ചില്ല. എന്നാൽ പെന്തക്കോസ്ത് സഭയിലോട്ട് വരുന്നത് ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ ഒരു കൺവെൻഷൻ പന്തൽ വെച്ച് അന്ന് പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞു, കർത്താവായ യേശു പാപികളെ രക്ഷിക്കാൻ വേണ്ടി ക്രൂശിൽ മരിച്ചു. പിൻഗാമികളായി വന്ന അപ്പോസ്തലന്മാരും രക്തസാക്ഷികളായി തീർന്നു. രക്തസാക്ഷികളുടെ സംഘമാണ്, മാർഗമാണിത്. അതുകൊണ്ട് ഒരുവൻ കർത്താവിന് വേണ്ടി മരിക്കാൻ തീരുമാനിച്ചാൽ അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. മതഭക്തി കൂടെ ഒക്കെ പോകുന്നെങ്കിലും
ഈ വിഷയം ഒരു വെല്ലുവിളിയായിട്ടിരിക്കുകയാണ്. ഞാൻ അവിടെ വെച്ച് സത്യം പറഞ്ഞാൽ രക്ഷിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, കർത്താവായ യേശുവിന് വേണ്ടി മരിക്കുവാനായി പ്രതിഷ്ഠിച്ചു. കൺവെൻഷൻ മന്ദിൽ പരസ്യമായിട്ട് എഴുന്നേറ്റ് നിന്നു. പിന്നീട് ജലത്തിൽ കർത്താവിന് സാക്ഷ്യപ്പെടാനിടയായി. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ സുവിശേഷാത്മാവിനാൽ നിറഞ്ഞ് ഗ്രാമങ്ങളിലെല്ലാം പോയി യേശുവിനെ പ്രസംഗിക്കാനാണ് തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ 43 വർഷമായി ദൈവവേദിയിൽ സ്വദേശത്തും വിദേശത്തും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് തിരുവനന്തപുരം സഭയുടെ ആ ഭാഗത്തെ സെൻട്രലിൻ്റെ സെക്ഷൻ്റെ ചുമതലയാണ്. കൊട്ടാരക്കര മുതൽ പൂവാറ് വരെയുള്ള 16 സഭകളുടെ ചുമതലയാണ്. ഇടയ്ക്ക് വിസിറ്റിങ്ങിന് ഇങ്ങനെ വലിയ പോവുകയും ചെയ്യും. ഈ പ്രാവശ്യവും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ കേരളത്തിലേക്ക് പോവുകയാണ്. പ്രൈസ്. അപ്പം ബോംബാസ്റ്റർ എനിക്ക് വളരെ പ്രിയമാണ്. അദ്ദേഹത്തെക്കുറിച്ച് 2-3 കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഒരാത്മഭാരമുള്ള ദേവദാസനാണ്. രണ്ടാമത്തെ ഒരു വിഷയം, അവരുടെ വിദ്യാഭ്യാസമോ ജോലിക്കൊന്നും അനുസരണമായിട്ട് അല്ല, വളരെ താഴ്മയുള്ള ഒരു ഫാമിലിയാണ്. മൂന്നാമത്തെ വിഷയം, കർത്താവ് പറഞ്ഞല്ലോ, വലങ്കൈ ചെയ്യുന്നത് നീ ചെയ്യരുത്, ഇടങ്കൈ അറിയരുത്. കർത്താവിന് വേണ്ടി ചെലവിടുന്ന മനസ്സുള്ള ഒരു കർത്താവിന്റെ ദാസനാണ്. നാലാമത്തെ ഒരു വിഷയം, വചനം പഠിക്കുവാൻ വളരെ തീഷ്ണതയുള്ള ദൈവവേലയെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസനാണ്. കർത്താവ് അന്ത്യത്തോളം ആ കൃപയിൽ നിലനിർത്തട്ടെ. ഇവിടെ അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഈ സഭയിൽ വരുവാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായത് വലിയ ഭാഗ്യമായിട്ട് എനിക്ക് കാണുന്നു. ഞാൻ ദുബായിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് 14 പേര് ദൈവവേലയ്ക്കായി ഹയർ സ്റ്റഡിക്കായിട്ട് പ്രതിഷ്ഠിച്ചു. അതിൽ ഒന്നാണ് ബോം പാസ്റ്റർ. മറ്റു ചിലർ മാസ്റ്റേഴ്സിന് ദുബായിൽ നിന്ന് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഡിസ്റ്റൻസ് കോഴ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഫാമിലി ഡെറാഡൂൺ ബൈബിൾ കോളേജിൽ കുടുംബമായി പോയി മാസ്റ്റേഴ്സ് ചെയ്യുന്നു. അവരെല്ലാവരും പഠനത്തെ തുറന്നുകൊണ്ടിരിക്കുന്നു. സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഇന്ന് അങ്ങനെ കർത്താവിൻ്റെ മക്കൾ, പ്രത്യേകിച്ച് ദൈവവേലയിലായിരിക്കുന്ന, ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോടുകൂടി ആയിരിക്കാൻ ഇടയാതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ 31-ാം തീയതി മടങ്ങിപ്പോകാനായിട്ട്, ഇന്ത്യയിലേക്ക് പോകാനായിട്ടാണ് പ്രിപ്പയർഡ് ആയിരിക്കുന്നത്. യുദ്ധ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദൈവം വഴി തുറക്കാനായിട്ട് ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ ദാസൻ സാംവർഗീസിലൂടെ നല്ല വചനം കർത്താവ് നമുക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ പണിയുന്ന ദൈവമാണ്, മുറിവോടെ കേട്ടുന്നത്. ഇന്ന് നമ്മളൊരു ടാരി മീറ്റിംഗ് ആയിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ്? എന്താണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇമ്പോർട്ടൻ്റ് എന്താണ്? ഞാൻ പറയാനുള്ള കാര്യം ബോംബാസ് ഇവിടെ ഓർപ്പിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആത്മാവിൻ്റെ ഐക്യത. ഫസ്റ്റിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ ഉയർപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? ഫസ്റ്റ് ഓഫ് ഓൾ
for resurrection of our body. നമ്മുടെ ഈ ബോഡിയെ ഉയർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം നമ്മുടെ ഈ ആരാധനയുടെയും നമ്മുടെ ഈ പ്രയത്നത്തിൻ്റെയും നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മൾ ഈ ചെലവിടുന്നതിൻ്റെയൊക്കെ അൾട്ടിമേറ്റായിട്ടുള്ള പർപ്പസ് എന്തോ നാം കർത്താവിനോട് അനുരൂപമായ രൂപാന്തരം പ്രാപിച്ച് കഷ്ടതയും ദുഃഖവും കണ്ണുനീരും വേദനയും പിശാചും ഒന്നുമില്ലാത്ത നിത്യതയിൽ എത്തിച്ചേരണം. അപ്പൊ അവിടെ ചെല്ലണമെങ്കിൽ, നമ്മളെ ഉയർപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. അതായത് നമ്മള് ഒരു വാക്യം വായിച്ചാൽ കാണാൻ സാധിക്കും, നമ്മെ ഉയർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതായത് 1 Thessalonians chapter 4 verse 17 and also റോമാലേഖനം 8-ാം അധ്യായം റോമൻസ് ചാപ്റ്റർ 8 verse 11 വായിച്ചാൽ കാണാൻ സാധിക്കും, യേശുവിനെ മരിച്ചവരിൽ നിന്ന് എടുത്തോണ്ട് വായിച്ചേ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വാസിക്കുന്നു എങ്കിൽ ശ്രദ്ധിച്ചോണം, എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പുനരുത്ഥാനം രണ്ടുണ്ട് പ്രധാനമായിട്ടും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, രണ്ടാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. റെവലേഷൻ അത് എടുക്കാനായിട്ടല്ല, 20:6. അപ്പോൾ ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് 4:17 അത് വായിക്കുമ്പോൾ അതായത് 16 പറയാണ്, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ശ്രദ്ധിച്ച്, എടുക്കപ്പെടും. Praise the Lord. You will uplifted by the Holy Spirit. നമ്മൾ എന്ത് ചെയ്യണം? എടുക്കപ്പെടുകയാണ്. അപ്പൊ നമ്മളെ ഉയർത്തുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് അതായത് ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി Acts chapter 8 verse 19 അത് വായിച്ചാൽ കാണാൻ സാധിക്കും, ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു. മോളെ 8:39 അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. The Spirit of Lord, praise the Lord, took away Philip. ആ സ്പിരിറ്റ് ഓഫ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്, took away, എടുത്തുകൊണ്ടുപോയി അങ്ങനെ എഴുതിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? എടുത്തുകൊണ്ടുപോകുവാൻ, ഉയർപ്പിക്കുവാൻ. അപ്പൊ നിങ്ങളുടെ മനസ്സിലിരിക്കണം, പിന്നെ കർത്താവ് വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടുകയാണ്. നമ്മളെ അപ്പം അപ്ലിഫ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഹോളി സ്പിരിറ്റ് ആണ്. അത് നമുക്ക് ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ പിന്നെ അതൊരു വിഷയം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ കാരിമറ്റിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു മുഖവര പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ്
പ്രാപിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം ഒന്ന് ഉയർപ്പിന് വേണ്ടിയാണ്. മനസ്സിലായോ? രണ്ടാമത്തെ ഒരു വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്കൊരു ജയജീവിതം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നു? The second one is the Holy Spirit is important for doing victorious life of the spirituality. അപ്പോൾ നമുക്കൊരു ജയജീവിതം വേണമെങ്കിൽ പച്ചയ്ക്ക് വച്ച നമ്മുടെ ഈ അനുഭവത്തിൽ നമുക്കൊരു ജയജീവിതം നയിക്കാനായിട്ട് കഴിയത്തില്ല. നമുക്ക് കൃപയിലാകാം. അപ്പോൾ ജയജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ വായിക്കുന്നു, അതായത് ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ലൂക്കോസ് സുവിശേഷം വായിച്ചാൽ കാണാൻ സാധിക്കും. 1:14 വാക്യം വായിച്ചാൽ കാണാൻ സാധിക്കും. മരുഭൂമിയിലേക്ക് നടത്തിയ അതേ ആത്മാവ് എന്ത് ചെയ്തു? അവൻ ആത്മശക്തിയോടെ മടങ്ങി വന്നു. അപ്പോൾ അതുപോലെ എസെക്കിയേലിനെ ആത്മാവ് എന്ത് ചെയ്തു? താഴ്വരയിലേക്ക് നടത്തി. അവൻ വെറും ഒരു ചർച്ചിന്റെ മെമ്പറായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്ത് ദൈവാത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുന്നവരാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതാണ് റോമൻസ് 8:23-27-28 ഈ വാക്കുകൾ വായിച്ചാൽ കാണാൻ സാധിക്കും. ഉള്ളിൽ ഞരങ്ങുന്നു. ഹോളി സ്പിരിറ്റ് ക്രോണിങ് ഇൻസൈഡ് ഓഫ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത് ഞരങ്ങുക. എന്തിനു വേണ്ടിയാ? ഫോർ റിസറക്ഷൻ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ ഹോളി സ്പിരിറ്റ് നമ്മുടെ അകത്ത് എന്ത് ചെയ്യുക? ഞരങ്ങുകയാണ്, പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ കാണാൻ സാധിക്കും, ബലഹീനതയ്ക്ക് എന്ത് ചെയ്യുന്നു? തുണ നിൽക്കുന്നു. ഹോളി സ്പിരിറ്റ് ഓൾസോ ഹെൽപ്പ് അവർ ഇൻഫേർമിറ്റി. നമ്മുടെ ഇൻഫേർമിറ്റി, അതായത് ബലഹീനതയിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് തുണ നിൽക്കുന്നു. അതുപോലെ ഹോളി സ്പിരിറ്റ് നമുക്ക് അവിടെ പഠിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. ദൈവികതം അനുസരിച്ച് മധ്യസ്ഥത ചെയ്യുന്നു. സ്തോത്രം. അതായത് യാചിക്കേണ്ടും വേണ്ട യാചിക്കുവാൻ, ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചത് എത്രയോ വലിയ കാര്യമാണ്. കാരണം പരിശുദ്ധാത്മാവ് ലഭിച്ചെങ്കിൽ ജയിച്ചു. അതിന്റെ കാരണം ആത്മാവ് വന്ന പിന്നെ നമ്മളെ കൊണ്ടേ ആത്മാവ് പോകും. മനസ്സിലായോ? ഇനി മരിച്ചെന്നിരിക്കട്ടെ, നമ്മുടെ കർത്താവ് വരുന്നതിന് മുമ്പ് മരിച്ചെന്നിരിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ബോഡി വന്ന് എവിടെ അടക്കിയോ അവിടുന്ന് നമ്മളെന്ത് ചെയ്യും? ഉയർപ്പിച്ചു കൊണ്ടുപോവാൻ. ഇനി മരിച്ചില്ല, കർത്താവ് വന്നിരിക്കട്ടെ, കാഹളം കേൾക്കുമ്പോൾ ആത്മാവ് രൂപാന്തരത്തിലേക്ക് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, നമ്മളെ എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര കേപ്പബിലിറ്റി നമുക്കുണ്ടെന്ന് പറഞ്ഞാലും, ഒരു കാര്യം നല്ലതോ തീയതോ അത് ചെയ്യണമോ ചെയ്യണ്ടായോ എന്ന് ശരിക്കും അറിയുന്നത് നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. പലരെ എനിക്കറിയാം, ആത്മാവിന്റെ ആലോചന ഇല്ലാതെ പലതും ചെയ്തിട്ട് ഒടുവിൽ
നിരാശപ്പെടുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളങ്ങനെ ഒരിക്കലും ആകരുത്. ദൈവാത്മാവിന്റെ ഹിതത്തിനായിട്ട് ഏൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇനിയും നമ്മൾ ആത്മാവിനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അജിത്ത് ബ്രദർ എന്നെ ഒന്ന് ട്രാൻസ്ലേഷൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നുകൂടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. What you have to do, receive of the Holy Spirit. അത് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ. Praise the Lord. അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ നിങ്ങൾ ചെയ്യേണ്ടതാണ്. So what do you need to do to receive the Holy Spirit in your life? Praise the Lord. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട വിഷയം, പ്രൈസ് ദി ലോർഡ്, അതെ, ദൈവത്തിൽ ശക്തമായി വിശ്വസിക്കണം. So the first thing you need to receive the Holy Spirit in your life, you need strong faith in Jesus Christ. മനസ്സിലായല്ലോ? വിശ്വാസമാണ്, വിശ്വാസത്താലാണ്. അപ്പൊ നമ്മുടെ വചനത്തിൽ വായിക്കുന്നല്ലോ, വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും കഴിയുന്നതല്ല. അപ്പൊ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ എന്താ വേണം? Yeah, everywhere in the Bible it says that you need faith to do something. Like we have seen in the Old Testament that by faith this happened, by faith this is done. So faith is much needed. So even in the book of Hebrews it says by faith you can please God. So faith is very important to receive the Holy Spirit. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം വായിക്കാം. So John chapter 7 verse 38. എന്നിൽ വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. മോളെ, എന്നിൽ വിശ്വസിക്കുന്നവനല്ലേ? ഓക്കെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. So only the one who believes in me. നിനക്ക് വിശ്വാസമുണ്ടോ? Do we believe, Lord? ഉണ്ടോ? ഇന്നിപ്പോ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ പ്രാപിക്കാൻ പോവുക. So whoever has not received the Holy Spirit are going to receive it today. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ കൃപാവരങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. So whoever receive the Holy Spirit, they are going to receive the work of the Lord. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ, വിശേഷ പ്രവചനവരം വാഞ്ചിപ്പീൻ എന്ന് പൗലോസ് സ്ഥാപിച്ചിരിക്കുന്നു. So Paul has said that you should receive the gifts of the Holy Spirit. തിമോഥെയോസിനോട് പറയുന്നു, എന്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കുവാൻ ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. So Timothy, he says that what is the gift that you receive, you have to show it out to the world. അപ്പൊ ദൈവത്തിന്റെ ദാസന്മാർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, So when the servants of the Lord, when they keep your hands on you and pray, ആത്മാവിന്റെ ആഴങ്ങളിലേക്ക്, കൃപയുടെ ആഴങ്ങളിലേക്ക് നമ്മെ നടത്തുന്നു. so that will lead us to the faith or to the grace of the Lord. അവിടെ അതിന്റെ താഴത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, യേശു ഇത് തന്നിൽ 39-ാം വാക്യം വായിച്ചാൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കണ്ടോ, അന്നു താഴെ വായിക്കുന്നുണ്ട്, യേശു തിരസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. So in the verse 39 it says about receiving the Holy Spirit. That's which it was the time when Jesus was not glorified, so the Spirit wasn't there. But it says here that we should receive the Holy Spirit. എന്നാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരമപ്രധാനമായ വിഷയം. So main important thing is that you need faith to receive the Holy Spirit. രണ്ടാമത്തെ വിഷയം, പരിശുദ്ധാത്മാവ് വിശ്വാസമുള്ളപ്പോൾ തന്നെ നമ്മൾ ദൈവത്തോട് യാചിക്കണം, കർത്താവേ എനിക്ക് ആത്മാവിനെ തരണമേ. So the second thing is even if you have the faith, you should still ask, pray. You need to ask the Lord for the Holy Spirit. ലൂക്കോസ് സുവിശേഷം 11-ന്റെ 13-ാം വാക്യം വായിച്ചാട്ടെ. So Luke chapter 11 verse 13. അങ്ങനെ ദോഷികൾ
നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. Praise the Lord. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? Children, listen here. Okay. To whom you ask, like to the Lord, if you ask, you will receive the Holy Spirit. That's what the word says. Praise the Lord. അപ്പോൾ തന്നോട് യാചിക്കുന്നവർക്ക്, To whom you ask, to the Lord. നമ്മളിങ്ങനെ ഇന്ന് ഞാൻ കഴിഞ്ഞ 43 വർഷമായി ശുശ്രൂഷ നിൽക്കുന്ന ഒരാളാണ്. Pastor has been in the ministry of the Lord for the last 40 years. ഒന്നും മിണ്ടാതെ He is not. എല്ലാവരും എന്നെ മുഖത്ത് നോക്കിയേ, ഇതിനെ വായു അടച്ച് ഇരുന്ന് ഇതുവരെ ഒരാളും ഔഷധം പ്രാപിച്ചിട്ടില്ല. No one has ever received the Spirit. In this last 14 years, Pastor has seen that no one has ever received who has kept their mouth shut. അപ്പൊ എന്ത് വേണം? വാ തുറക്കണം. So what we need is we need to open our mouths. നിങ്ങൾ കേട്ടോ, കർത്താവിന്റെ ക്രൂസിലോട്ട് നോക്കി. Look at the cross. ഒരു കള്ളനെ ഇടത്തും മറ്റേ കള്ളനെ വലത്തും. So one thief on the right side and one on the left. രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. Both were talking. പ്രൈസ് ദി ലോർഡ്. ഒരു കള്ളൻ മറ്റവനെ ശാസിക്കുന്നുണ്ട്. സമശിഷ്ടാവതിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? So one of the thief is giving out to the other person saying, oh, you don't believe in the Lord. നമ്മൾ ചെയ്തതിനനുസരിച്ച് നമ്മൾ അനുഭവിക്കുന്നു, ഇവനോ ഒരു ദോഷവും ചെയ്തിട്ടില്ല. So he's saying that we are suffering because what we did, but this man, he has not done anything and he's suffering. ഇത്രയൊക്കെ പറഞ്ഞപ്പം യേശു പറഞ്ഞില്ല, നീ നല്ലവനാ, നീ എന്നോട് കൂടെ ഇന്ന് പരദീസയിലിരിക്കുമെന്ന് യേശു പറഞ്ഞു? ഇല്ല. But when the man said, Jesus didn't say that, oh, you are a good man, you will be with me, no. എന്നാൽ മൂന്നാം പ്രാവശ്യം ഒടുവിലായിട്ട് ആ രക്ഷിക്കപ്പെട്ട കള്ളൻ പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണം. വാ തുറന്നു, അപ്പം തന്നെ മറുപടി കിട്ടി, എന്നീ എന്നോട് കൂടെ പ്രവേശിച്ചു. അപ്പൊ അഭിഷേകം പ്രാപിക്കണേ എന്ത് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞത്? വാ തുറക്കണം. So when you see the third time when the thief said that about the Lord, then the Lord replied back to him. So from here we can see is that we need to open our mouth to receive the Holy Spirit. യോഹന്നാന്റെ സുവിശേഷം 3:34 വായിച്ചാട്ടെ. John chapter 3 verse 34. ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, ആ അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അപ്പൊ അവൻ ആത്മാവിനെ അളവ് കൂടാതെയാണ് കൊടുക്കുന്നത്. അപ്പൊ രണ്ടാമത് ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങളെ ഓർപ്പിച്ചത്, യാചിക്കണം. വാ തുറന്ന് എന്ത് ചെയ്യണം? യാചിക്കണം. So second point, you need to open your mouth and you need to ask for the Holy Spirit. ഞാൻ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, അവർക്ക് ചില ടോയ്സ് വേണം. ആദ്യം മമ്മയുടെ അടുത്ത് പോകും, മമ്മിയോടൊക്കെ ഇങ്ങനെ പറയും. ഈ ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഡാഡിയുടെ അടുത്ത് വന്ന്, മമ്മിയുടെ അടുത്ത് ഒക്കത്തില്ല, മനസ്സിലായി, ഡാഡിയുടെ അടുത്ത് വന്ന് പറഞ്ഞ് കരഞ്ഞ് ഏങ്ങലടിച്ച് എവിടെ നിന്ന് കണ്ണുകിരുന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഒടുവില്ല ഡാഡി മനസ്സരി കൊടുക്കും. So we have seen that kids doing this at home, that they first need a toy, they go to their dad first, keep on asking, and when if it's a no, then they go to the mother, keep on asking, and that will lead to buy the toy at the end. കുഞ്ഞുങ്ങളുടെ ആയുധം എന്തുവാ? ഏത് സമയത്തും രക്ഷപ്പെടാനോ ആഹാരം കിട്ടാനോ എല്ലാത്തിനും അവർക്കുള്ള ഒറ്റ ആയുധമേ ഉള്ളൂ. എന്തുവാ? കരച്ചിൽ. So the one weapon a child have to receive anything or to win against anything, he need to cry for it. നമ്മുടെ ഫോർപാദേഴ്സ് അമ്മച്ചിമാരൊക്കെ പറയായിരുന്നു, കരയുന്ന കുഞ്ഞിന് പാലുണ്ട്. There's a foretelling that is the child who cries will get only the milk. Praise the Lord. അപ്പോൾ കരയണം. So you need to cry. ഞാൻ ഒരു വലിയ സദസ്സിൽ ഇങ്ങനെ കരയണമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒരനുഭവം, ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരാള് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, അത് ഈ സഹോദരിമാരെ ഒത്തിരി കരയുന്നത്. So Pastor was once preaching in a congregation, and he has said that we need to cry. So one of the from the audience brothers said, it's the sisters who cry more, the brothers doesn't cry. ഞാൻ പറഞ്ഞു, ഏതായാലും കർത്താവായ യേശുക്രിസ്തു, പ്രൈസ് ദി ലോർഡ്, ഒരു പുരുഷനായിരുന്നു. ആ യേശുക്രിസ്തു പല
ക്രിട്ടിക്കൽ ഇത് വരുമല്ലോ, തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാതന കഴിച്ചു. അതുകൊണ്ട് കണ്ണുനീര് വിട്ട് ഒരനുഗ്രഹവുമില്ല. മാതൃക യേശു ക്രിസ്തുവിലാണ്. So Pastor said that Jesus Christ has given an example that as he was a man, he have cried in many situations and prayed, and he has got the reply from the God. Praise the Lord. അതുകൊണ്ട് കരയുന്നവരായി തീരണം. So we need to be a child of God who need to cry for the Spirit. Praise the Lord. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, നിങ്ങൾക്കൊരു റിപ്പന്റൻസ്, ഒരു മാനസാന്തരം ഉണ്ടാകണം. So the third point is that you need repentance in your heart. നിങ്ങൾ മാനസാന്തരപ്പെട്ട്, അപ്പോസ്തല പുസ്തകത്തിൽ വായിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിനുദാനം നിങ്ങൾക്ക് ലഭിക്കും. So you need repentance and you need to confess your sins and you need to submit yourself to the Lord and get baptized, and then you will receive the Holy Spirit. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 2:38 വായിച്ചാട്ടെ. അവിടെ അതാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പൊ നമ്മൾ മാനസാന്തരപ്പെട്ടവരാണ്. എന്നാൽ അഭിഷേകത്തിനായിട്ട് ചെല്ലുമ്പോൾ നമ്മെ ഒന്നുകൂടെ ശോധന ചെയ്യണം. വചനം പറയുന്നു, പുതിയ തുരുത്തിയിലാണ് പുതിയ വീഞ്ഞ് പകരുന്നത്. So even after getting repentance, still when you go to receive the Spirit, gift of the Spirit, still you need to look into yourself. Matthew chapter 9 verse 17 എന്ന് വായിച്ചാട്ടെ. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, ആ പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ വീഞ്ഞ് ഒഴുകിപ്പോകും, ആ തുരുത്തിയും നശിച്ചുപോകും. ആ പുതുവീഞ്ഞ് പുതു തുരുത്തിയിലത്രേ പകർന്നു വെക്കുകയുള്ളൂ, ഇനി ഭദ്രമായിരിക്കും. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ഈ ചേടത്തിൽ പാപമുണ്ട്. ആത്മാവ് വീണ്ടെടുത്ത് കഴിഞ്ഞു. ജഡത്തിൽ കോപം, ക്രോധം, ശാഠ്യം, ഇങ്ങനെയുള്ള, അതായത് ഇതെല്ലാം നമ്മുടെ ജഡത്തിലുണ്ട്. അത് നമ്മൾ ഓരോ ദിവസവും അതിനെ മരിപ്പിക്കുക. അത് പരിശുദ്ധാത്മാവെന്ന തീ കൊണ്ട് ജയിക്കാനാണ് അഭിഷേകം പ്രാപിക്കുന്നത്. ചിലർ പറയോ അങ്ങനെയാണ് ഇവര്, എനിക്ക് എങ്ങനെയാണ് ഈ ആത്മാവിനെ കിട്ടുന്നത്? കാരണം ഞാൻ എന്തല്ല പുതിയ തുരുത്തി അല്ല, അങ്ങനല്ല. ഒരു നാടൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ പഴയ പാസ്റ്റർമാർ പറയും, ഈ ചേന ഉണ്ടല്ലോ, അത് ചെത്തി കഴുകാൻ കഴിയുമ്പോൾ കൈയെല്ലാം എന്ത് ചെയ്യും, ചൊറി. അപ്പോൾ പഴയ അമ്മച്ചിമാരൊക്കെ ചെയ്യുന്നത് ചില തുടുപ്പൊക്കെ ഇട്ട് എന്തോ ഒരു കമ്പൊക്കെ ഇട്ട് ഇളക്കി. പക്ഷെ തീ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നത്, ചൊറിച്ച് അങ്ങ് മാറും. അപ്പം ഈ പരിശുദ്ധാത്മാവുന്ന തീ എന്തിനാ വരുന്നത്? നമ്മൾ പരിശുദ്ധാത്മാവുന്ന തീ നമ്മളിലേക്ക് പകരുന്നത് പാപമാകുന്ന ഈ ചൊറിച്ചിലങ്ങ് മാറ്റാനാണ്. അപ്പൊ പ്രാപിക്കാനായിട്ട് പോകുമ്പോൾ ശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. കർത്താവെ, ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഇതിനുണ്ടോ? Praise the Lord. Hallelujah. So it's very essential to know that if what is inside you, you need to look into yourself and examine yourself and then clear all the unwanted in you to receive the new Holy Spirit. അപ്പോൾ ഒന്നാമതാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം വേണം. The first thing is that you need faith. രണ്ടാമത് ഞാൻ പറഞ്ഞു, നിങ്ങൾ യാചിക്കണം. So second thing is that you need to ask for it. മൂന്നാമത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ജീവിതത്തെ ശോധന ചെയ്ത് മാനസാന്തരപ്പെടണം. So the third thing is that you need to examine yourself and repent to the Lord. ഇപ്പൊ അഭിഷേകം പ്രാപിക്കാനായിട്ട് ഞാൻ നിങ്ങളെ മുന്നോട്ട് വിളിക്കും. So I'm going to call you forward to receive the Spirit of the Lord. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത്, ദൈവസന്നിധിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൂടെ ശോധന ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. So what you need to do when you need to receive the Holy Spirit is that you need to look into your life, you need to examine your life and then ask for repentance to the Lord. നാലാമത് ഉള്ള ഒരു വിഷയം കൂടെ ഓർപ്പിക്കുന്നത്, നിങ്ങൾക്കൊരു ആവശ്യബോധം വരണം.
So the fourth thing is that you should have a wish in your heart. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടപ്പോഴേ പരിശുദ്ധാത്മാവ് കിട്ടി എന്നാണ്. So some people think that when you get saved that you receive the Holy Spirit. നിങ്ങൾക്ക് രക്ഷിക്കപ്പെട്ടപ്പോഴേ പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടില്ല. You haven't received the Holy Spirit when you got saved. ഞാൻ വചനത്തിൽ നിന്ന് തെളിയിക്കാൻ പോകും. So I'm going to prove it from the Word of God. Praise the Lord. അതായത് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷ പിതാവായ ദൈവം ആകർഷിക്കുന്നു. So രക്ഷ എന്ന് പറയുന്നത് തൃത്വത്തിന്റെ പ്രവൃത്തിയാണ്. So the salvation is the work of the Trinity. Praise the Lord. അത് പിതാവായ ദൈവം ആകർഷിക്കുന്നു. So the Father brings the person. വചനമാകുന്ന ക്രിസ്തു നമ്മുടെ അകത്ത് പ്രവേശിക്കുന്നു. So the word, the living word, that Jesus Christ works in us. അതായത് പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് കുറ്റബോധം നൽകുന്നു. And the God, the Holy Spirit, the God is bringing the repentance into our heart. ഗോസ്പൽ യോഹന്നാന്റെ സുവിശേഷം 6:44 പിതാവ് ആകർഷിക്കുന്നു. പത്രോസിന്റെ 1 ലേഖനം 1:23 വചനം വീണ്ടും ജനിപ്പിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 12:3 പരിശുദ്ധാത്മാവ് കുറ്റബോധം നൽകുന്നു. അപ്പോൾ തൃത്വത്തിന്റെ പ്രവൃത്തിയാണ്. So as we see, it's the work of the Trinity here. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നത് മറ്റൊന്നാണ്. So but receiving the Holy Spirit, the Spirit in its power is different. അതിന് ആധാരമായിട്ടൊരു വാക്യം വായിക്കാം. So we're going to read a verse in connection to that. അപ്പോസ്തല പ്രവൃത്തി 8:14 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. Acts chapter 8 verse 14 onwards. നിങ്ങളുടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് അനന്തരം യെരൂശലേം നിൽക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധിച്ച് Look here, everyone. ഞാൻ നിങ്ങളോട് എന്തോ പറഞ്ഞത്? What did the pastor say? രക്ഷ എന്നുള്ളത് തൃത്വത്തിന്റെ പ്രവൃത്തിയാണ്. So the Trinity's work is salvation. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവ് വന്നില്ല. So the Spirit didn't come into us when we got saved. ആത്മാവ് കുറ്റബോധം നൽകി. The Spirit gave us the thought about the sin. ഒന്നുകൂടെ പറഞ്ഞാൽ ഇപ്പൊ ഒരു പാസ്റ്റർ ഇവിടെ നിന്ന് പ്രസംഗിക്കുക. So a pastor is preaching here. പാസ്റ്റർ മാത്രമല്ല പരിശുദ്ധാത്മാവാണ് പ്രസംഗിക്കുന്നത്. So pastor is preaching not by himself but by the power of the Holy Spirit. അവിടെ കുറച്ച് മദ്യപാനികളും ഒക്കെ ഇരിക്കുക. So there are a few drunken people sitting there. അവരോട് ഈ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവർക്ക് കുറ്റബോധം കൊടുത്തുകൊണ്ടിരിക്കുക. ആർക്ക്? മദ്യപാനിക്കുമൊക്കെ. So when the pastor is preaching, the drunken people, they are going to feel the thought inside them that they are sinning against the Lord. ദൈവം എന്ന് പറയുന്നത് അദൃശ്യ ദൈവമാണ്. So our God is an invisible God. നമ്മുടെ അകത്ത് പ്രവേശിക്കാൻ കഴിയും. He is able to come inside us. അതുകൊണ്ട് മദ്യപാനി അഭിഷേകം പ്രാപിച്ചു. But by that will he receive the Holy Spirit? കുറ്റബോധം കൊടുത്തു. But he has given the thought about his sin. അവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളെ രക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് ആരാ? പരിശുദ്ധാത്മാവായ ദൈവമാണ്. കുറ്റബോധം തന്നു. So the Holy Spirit is helping us to get saved or to bring salvation. നമ്മുടെ ബന്ധക്കോസ്തലയിലെ പലരും അഭിഷേകം പ്രാപിക്കാത്തതിന്റെ ഒരു കാരണം ഇതാണ്. അവര് ചിന്തിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചു ഇല്ലെന്നാണ് ഞാൻ തെളിയിക്കുന്നത്. So many of our Pentecostal people have a thought that once they get saved, they receive the Spirit. That's why many of them haven't received the Spirit yet. അപ്പം നമുക്ക് ആവശ്യബോധം വേണം. So the main thing here is that you need to have the urge for the Holy Spirit. ഇല്ലാത്തവനെ ആവശ്യബോധം വരത്തുള്ളൂ. The one who doesn't have Holy will need to have the Holy Spirit. നിങ്ങൾ പണത്തിന് നെരുങ്ങാണ് പണം വേണമെന്ന് ആഗ്രഹം വരും. So when you are needing of money, you feel that you have that need. ഭക്ഷണമില്ലെങ്കിൽ ഒരു പൊതി കിട്ടിയാൽ കൊള്ളാം നിങ്ങൾക്ക് തോന്നും. So when you are hungry, you will have that urge to have food. നിങ്ങൾക്കൊരു ചെരുപ്പില്ലെങ്കിൽ ഒരു ചെരുപ്പ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നും. So when you bear food, you will feel a need that I need a shoes or a sandal. അപ്പൊ ആവശ്യബോധം വരണമെങ്കിൽ ഇല്ലെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. So to get that urge that if you need to receive something, then you should understand that you ആ വാക്യം വായിച്ചാട്ടെ. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. കണ്ടോ അവിടെ വായിക്കുന്നത് അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. ദൈവവചനം കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? So what does it mean when they receive the word of God? എന്തോ അതിന്റെ അർത്ഥം? What's the meaning of it? They receive the word of God. ദൈവവചനം കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിനെ അവർ രക്ഷിതാവായി സ്വീകരിച്ചു. So
that means that they received the Lord as their Savior and as their protector. ആ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് So when പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. the Peter and John were sent to them, അടുത്ത വാക്യം. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അപ്പം അതിന് താഴത്തെ ഭാഗം വായിച്ചാട്ടെ. കേട്ടോ, ശ്രദ്ധിക്കണേ. അന്ന് മുതൽ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. So it says that they haven't received the Spirit, they only got baptized in the name of the Lord Jesus Christ. അപ്പൊ സമരിയയിലുള്ളവരെ രക്ഷിക്കപ്പെട്ടവരുമായിരുന്നു, സ്നാനപ്പെട്ടവരുമായിരുന്നു. എന്നാൽ അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. So we see here that the people of Samaria, they received the word of God, they got baptized, but never the Spirit came upon them. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ ആത്മാവിനെ ലഭിച്ചു. So when to receive the Holy Spirit, when the apostles came down, when they prayed and kept their hands on them, they started receiving the Holy Spirit. അപ്പൊ അഭിഷേകം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടപ്പോൾ കിട്ടിയതല്ല. So from that it's clear that it's not that we received the Spirit when we got saved. ആര് വിശ്വസിച്ചുകൊണ്ട്, By believing in whom you believed. ആര് അതെ കരഞ്ഞുകൊണ്ട് യാചിക്കുന്നെങ്കിൽ, by asking and crying for the Holy Spirit. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് by crying, മാനസാന്തരപ്പെട്ട് അടുത്ത് ചെല്ലുന്നെങ്കിൽ, with confession and with you cry out to the Lord, forgive me. ദൈവമേ ഇന്ന് വരെ ഈ ആത്മാവിനെ എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നെ ഉയർപ്പിക്കേണ്ട ആത്മാവാണ്, ജയജീവൻ നയിക്കേണ്ട ആത്മാവാണ്, പിശാചിന്റെ നേരെ എതിർത്ത് നിൽക്കാൻ എന്നെ സഹായിക്കുന്ന ആത്മാവാണ്. ഈ ആത്മാവിനെ എന്റെ മേൽ പകരണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ ആത്മാവിനാൽ ദൈവം നിറയ്ക്കും. Glory. To receive the Spirit, you will receive it. ഞാൻ അഭിഷേകം പ്രാപിച്ചത്, So the pastor, when he received the Holy Spirit, ഞാൻ രക്ഷിക്കപ്പെട്ടു, pastor got saved, പക്ഷെ അഭിഷേകം പ്രാപിക്കത്തില്ല. but he hasn't received the Holy Spirit. അതിന്റെ കാരണം ഞാനൊരു നിരൂപണ പഠനക്കാരനാണ്. So pastor is a teacher. He learns from the word of God. ഞാൻ പറയുന്നത് ജീവിതമാണ് വലുത്, അഭിഷേകമല്ല വലുത്. So pastor was saying that the life is important than the Holy Spirit, the gifts of the Holy Spirit. അന്യഭാഷ പറയുന്നവരെല്ലാം ഞാൻ ഇങ്ങനെ നോക്കും. So pastor used to look at the people who used to say speak in tongues. ആ പറയുന്ന പലരെക്കാളും പറയാത്തവർക്ക് ജീവിതം. So many people who speak in the tongues, but their life is bad than the people who doesn't do it. അതൊരു മാറ്റമല്ല, അതൊരു മാറ്റമല്ല. That doesn't matter. അത് ദൈവം അനുവദിക്കത്തുമില്ല. And God won't allow it to happen. അഭിഷേകം പ്രാപിച്ചെങ്കിലേ അത് ഇതിന് പറയുന്നത് വീണ്ടെടുപ്പ് നാളിനായിട്ടുള്ള മുദ്ര അകത്ത് വന്നെങ്കിലേ വീണ്ടെടുക്കപ്പെടുന്നു. So when you have the seal to be saved, that when you have the seal inside, then you are saved. അപ്പോ ഒത്തിരി കാത്തിരിപ്പത്തിന് പോയി. So you go to many tarry meetings. ഞാൻ അഭിഷേകം പ്രാപിക്കാതെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. So without receiving the Holy Spirit, I went into the ministry. എവിടെ സമയം കിട്ടിയാലും പ്രസംഗിക്കും. Wherever I get time, the pastor used to preach. അപ്പോൾ ഒരു വർഗീസ് വീട്ടിലേക്ക് പ്രസംഗിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു പാസ്റ്റർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് KV ജോർജ് എന്നാണ്, എന്റെ പേര് KV എന്ന്. എന്നോട് പറഞ്ഞു, KV അഭിഷേകം പ്രാപിച്ച് ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ പ്രസംഗിച്ചോളാം, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ട് വരാൻ പറഞ്ഞു. So once a pastor told him that, pastor, you need to receive the Holy Spirit and then come and preach. എന്തു ചെയ്യും? What would he do? ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അഭിഷേകം കിട്ടുന്നില്ല, അതുകൊണ്ട് ഇനിയും ഒരു ജോലിയോ ഒന്നും ചെയ്ത്. അപ്പൊ ബൈസ്കൂളിൽ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചു. So pastor then decided, like, he's been praying, asking, and he hasn't received the Spirit, so he thought, okay, he will leave the Bible college. പോകുന്നതിന് മുമ്പേ ഞാൻ ചിന്തിച്ചു, ഇന്ന് അതായത് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് ഒരു ജോലിക്ക് പോകാനായിട്ട് പോവുകയാണ്. പക്ഷേ തലേ ദിവസം രാത്രി മുഴുവൻ ഉറങ്ങാതെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. കാരണം ഈ പോക്ക് പോയാൽ എവിടെ ആയിരിക്കും. So pastor was thinking of joining a job the next day in Trivandrum, and then that night he thought he would keep praying about what his current situation is like. He's going to pray the whole night, crying to the Lord. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ So when he was praying, ദൈവാത്മാവിന്റെ ഒരു വെളിപ്പാട് കാണിച്ചു.
God showed him a revelation. എന്നെ ഒരാനയിട്ട് ഓടിക്കുന്നു. So he's seeing an elephant is making to run. ഞാൻ ഓടി ഓടി തിരുവനന്തപുരം പട്ടണത്തിൽ ചെന്നു. And he's running and running and he's reaching to the city of Trivandrum. ആ തിരുവനന്തപുരം പട്ടണത്തിൽ ഓടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വെള്ള ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. So pastor is wearing a white dress when he is running. പിന്നെ കാലിൽ ചെരുപ്പുണ്ട്, He has sandals in his leg കയ്യിൽ ബൈബിളുണ്ട്. and he has a Bible in his hand. പക്ഷെ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ But when he reached Trivandrum, കയ്യിൽ ബൈബിളില്ല, he doesn't have that Bible in his hand. വെള്ള ഉടുപ്പില്ല, He's not wearing the white shirt. ചെരുപ്പില്ല, He doesn't have the sandals. ഒരു കയ്യിൽ ഉടുത്ത് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. Yeah, he's just wearing a lungi and he's standing there. അപ്പൊ എന്നെ ബൈബിൾ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന ആരാ? So who is taking me from the Bible college? ആരാ? ഒരു ആന എന്ന് വെച്ചാൽ അത് ഇവിടെ പറയുന്നത് വേറെ ഒരു പൈശാചിക ശക്തിയാണ്. ആ ശക്തി എന്നെ അവിടുന്ന് ഓടിക്കുകയാണ്. കാരണം സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടേണ്ട എന്നെ ഓടിക്കാൻ ശ്രമിക്കുകയാണ്. So when he said an elephant in his dream, that was a symbolic representation of how the satanic work, like he was taking him out of the work of the Lord from the Bible college. അത് രാത്രി ഒരു 3 മണി സമയമായിരുന്നു. So almost it was midnight, around 3 a.m. അന്നേരം ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ഉപവസിച്ചു മരിക്കാൻ പോവുകയാണ്. ഒന്നിൽ എനിക്ക് അഭിഷേകം കിട്ടണം, ഇല്ലെങ്കിൽ മരിക്കണം. So pastor then decided at 3 a.m. that he's going to fast until he received the Holy Spirit. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉപവസിച്ചു മരിക്കാനായിട്ട് ഉപവാസം എടുത്ത ഭാഷമാരെ കേട്ടിട്ടുണ്ടോ? Have you ever heard of any pastor who said that I am taking fasting until I die? അവ ഒന്നിൽ മരിക്കുക, അല്ലെങ്കിൽ അഭിഷേകം കിട്ടണം. Either I die or I receive the Holy Spirit, pastor decided. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. And he kept on praying like that. അങ്ങനെ ഉപവസിച്ച് And he kept on fasting and fasting. 20ാമത്തെ ദിവസമായി On the day, 20th day of fasting. ഒരു കൺവെൻഷൻ പന്തലിൽ കല്ലുമല കുഞ്ഞു സാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. So there was a convention was happening and there was a pastor was preaching there. എല്ലാവരും ആത്മാവിലായി. And everyone was filled with the Lord. ഞാൻ എന്റെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. So everyone was filled with the Holy Spirit and the pastor was holding his hands together. 20ാമത്തെ ദിവസമാണ്. So it's day 20. ഞാൻ നോക്കിയപ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ മുട്ടിൽ പൊങ്ങി അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നു. So he can see the people who was in front of him, they are on their knees and up and they are praising the Lord and in the Holy Spirit in speaking tongues. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആള് ഒരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹം ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. So the person who's sitting before pastor was a college professor and he's worshiping the Lord and in the Holy Spirit. ഈ സമയത്ത് And this time ഞാൻ ദൈവമേ നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഒരു ശക്തി എന്റെ മേലേക്ക് കടന്നു വന്നു. കാറ്റത്ത് പറക്കുന്ന കരിയില പോലെ, കനമില്ലാത്തൊരു വസ്തു പോലെ ഞാൻ ഉയർന്നുപോയി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. So the moment the pastor asked, Lord, fill me with the Spirit, there was a power that came into him, and then he was feeling like a dry leaf that's floating in the air. നിങ്ങൾ നോക്കൂ, മരിക്കാൻ വേണ്ടി ഉപവസിച്ച ഞാൻ 20ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇന്ന് പ്രാർത്ഥിക്കുന്നിടത്തൊക്കെ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടാകുന്നു. So you see that on the 20th day, pastor was fasting to die until he received the Spirit, and now when he preaches, wherever he preaches, the people are getting filled by the Holy Spirit. ഇപ്പോൾ ഞാൻ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാൻ പോവാം. So I'm going to pray for the gifts of the Holy Spirit. അപ്പൊ അഭിഷേകം പ്രാപിക്കേണ്ടവർ മുന്നോട്ട് വന്ന് നിൽക്കണം. So whoever want to receive the Holy Spirit need to come forward. അപ്പൊ നിങ്ങൾ ഒരു 5 കാര്യം ചെയ്യണം. So you need to do 5 things now. ഒന്ന്, ഇവിടെ വന്ന് നിൽക്കുന്നവരെ So the people who come and stand here. നിങ്ങളുടെ കണ്ണടച്ച് കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. So when you stand here, close your eyes and in your heart remember the cross. അപ്പോൾ മെഡിറ്റേറ്റ് ഓൺ ദി ക്രോസ്. Meditate on the cross. കർത്താവിനെ എന്ത് ചെയ്യണം? ധ്യാനിച്ചുകൊണ്ടിരിക്കണം. So keep meditating the Lord on the cross. കണ്ണടച്ചുകൊണ്ടിരിക്കണം. കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ വിഷയം, So second thing, നിങ്ങളെ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. so you should keep on worshiping or uplifting the Lord's name by clapping your hands. മൂന്നാമത്തെ വിഷയം, നിങ്ങൾ പറയണം രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും പറയണം. So you should keep on saying that the Lord's blood is victory. So Raktam Jayam. അതായത് ഈ ബ്ലഡിനെ കുറിച്ച്, യേശു ക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ച് പറയുമ്പോൾ പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. So it's because of the Lord's blood, that's where the Satan can stand against us. ഞാൻ ഒരിക്കലും ഒരു കാത്തിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരന് ആത്മാവിലാകാൻ ഞാൻ വരികയാണ്. പക്ഷെ ആത്മാവിലാകത്തില്ല. ഒരു പൈശാചിക ശക്തി, ഒരു പൊന്നുവാള ശക്തി
അദ്ദേഹത്തിന്റെ പുറകിൽ ഇങ്ങനെ പിടിച്ച് മുന്നോട്ട് വിടത്തില്ല. So when one pastor was preaching in a tarry meeting, there was a brother who wanted to get into the power of the Holy Spirit, need to get filled by the Holy Spirit, but he can't come forward because his satanic power was holding him back. ഞാൻ ചെന്ന് അവന്റെ അദ്ദേഹത്തിന് തലവേൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആ പൈസോട് ആ അന്ധകാര ശക്തി ശാസിച്ചപ്പോൾ അന്നേരം അഭിഷേകം പ്രാപിച്ചു. So when pastor went to him and kept a hand on his head and rebuked that spirit, and then he was filled by the Holy അവ Spirit. ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയാ. So when we say the blood of Jesus, ഇതിഹാസം അറിയാം. ദുബൈയിൽ ഒരു കൊച്ചോൻ ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു വേണ്ട പാസ്റ്റർ എന്നെ കൊണ്ട് ബ്ലഡ് ഓഫ് ജീസസ് പറഞ്ഞു എന്നെ കൊണ്ട് അന്യഭാഷ പറയിപ്പിക്കാനാണ്, അത് അന്യഭാഷ ആക്കാനാണ്. so pastor said, there was a brother who said, I don't want to do that, and I don't want to make it like speaking in tongues. ഞാൻ പറഞ്ഞു ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ പിശാച് നിൽക്കത്തില്ല. Yeah, when we say the blood of Jesus, that Satan cannot stand there. ഇപ്പൊ ആ കൊച്ചോൻ ബ്രദർ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റേജിലൊക്കെ പാടിയാൽ മലയാളത്തിലും പാട്ട് പാടും, ആത്മാവിലും അന്യഭാഷയിലും പാട്ട് പാടും. ആരെ മുമ്പേ പറഞ്ഞ ആ മനുഷ്യൻ. So the brother who passed out earlier is now is in the Holy Spirit, filled by the Spirit, speaking in tongues and singing, and is worshiping the Lord. അവൻ നാലാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീ വർട്ടൻ, അതായത് നാവിനെ വിട്ടുകൊടുക്കണം. So the fourth thing that you need to give yourself unto the Lord. നിങ്ങളുടെ മേൽ ശക്തി വരുന്ന ഉടനെ വാടച്ചു പിടിക്കരുത്. എന്ത് ചെയ്യണം? നാവിനെ വിട്ടുകൊടുക്കണം. So once you feel that you are receiving the Holy Spirit, you feel the power inside you, you need to give yourself unto the Lord. അഞ്ചാമത് ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ, അതായത് നിങ്ങളെ കൺഫസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ കുറവിനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. So the fifth thing you need to do is you need to keep confessing your sin. You need to keep on praying, Lord, forgive me. അഞ്ച് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. So you hope you remember the 5 things you need to do. കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിക്കണം. You should meditate on the cross. കരമടിക്കണം. You have to keep your eyes closed. രക്തത്തിൽ ആശ്രയിക്കണം. You need to keep saying the victory on the blood of Jesus. നിങ്ങൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. So you need to confess your sin also. അപ്പൊ അഭിഷേകം പ്രാപിക്കാനുള്ള മുന്നോട്ട് വന്ന് നിൽക്കുന്നുണ്ടേ, അഭിഷേകം പ്രാപിച്ചവരുണ്ടല്ലോ. So the people who want to receive the Holy Spirit come forward. ഇവർ Who have the Spirit. അവരിവരുടെ പുറകിൽ വന്ന് റൗണ്ടായിട്ട് നിൽക്കണം. So they should come and stand in a circle behind them. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ So we want to do the ministry together today. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അഭിഷേകം പ്രാപിക്കാനുള്ളവർ മുന്നോട്ട് വന്നാട്ടെ. So who need to receive the Holy Spirit. അത് ആരായിക്കോട്ടെ, കുഞ്ഞുങ്ങളോ പ്രായമുള്ളവരോ ആരായാലും ഒരു Let it be kids, let it be elders, anyone, let them, they can come forward today. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അഭിഷേകം പ്രാപിച്ചേ പറ്റും. You all need to receive the Spirit. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് ഈ Hallelujah. അഭിഷേകം പ്രാപിക്കാനായിട്ട് പോവുകയാണ്. Hallelujah. Glory, hallelujah, hallelujah, hallelujah. Praise the everybody, you can stand. Can you all stand? എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Everyone stand. Praise the Lord. അഭിഷേകം പ്രാപിച്ചവർ മുന്നോട്ട് വന്നാട്ടെ. Who have received the Spirit, they can come forward. പുറകോട്ട് വന്നാട്ടെ. ദൈവദാസന്മാരെ ഞങ്ങളെല്ലാവരും കൂടിയാണ് കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. Praise the Lord. Hallelujah, hallelujah. കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ പ്രിയ സമരീസ് അതുപോലെ praise the Lord.